ഹലോ നമസ്കാരം. ഞാൻ ഇവിടെ സ്ഥിരം വരുന്നൊരു സ്ഥലമാണ് ട്രിവാൻഡ്രത്തുള്ള കോസ്മെറ്റിക് ക്ലിനിക്. എന്റെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇവിടെ വന്ന് ഡോക്ടർ വിഭിലാഷിനെ കൺസൾട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു ഹെയർ റിഡക്ഷൻ. എന്റെ ഫേസിൽ ഒരുപാട് ഹെയർ ഉണ്ട്. നിങ്ങൾക്കറിയാം, മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ചിലപ്പോൾ. അപ്പോൾ എനിക്കാണെങ്കിൽ വാക്സിൻ ഭയങ്കര പേടിയാണ്, ഭയങ്കര പെയിനുമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം ചോദിച്ചപ്പോൾ വരട്ടെ നിൽക്കേ പറയാം എന്നൊക്കെ പറഞ്ഞ് കുറെ നാളുകളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോ ഒരു പുതിയ മെഷീൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഒഴിച്ച് എല്ലായിടത്തും എനിക്ക് നല്ല മുടിയാ, കയ്യിലുണ്ട്, കാലിലുണ്ട്. സോ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാ. ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട്. ഓക്കെ, ആക്ച്വലി പറയാലോ, ഞാൻ കേട്ടിരിക്കുന്നത് ലേസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറെയൊക്കെ ആദ്യം മടിച്ചത്. പിന്നെ ഈ വാക്സിൻ സ്ഥിരം ചെയ്യണമല്ലോ, ത്രെഡ് ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഫേസ് ഒക്കെ ത്രെഡ് ചെയ്യാറുണ്ട്. ഒക്കെ ആലോചിച്ചപ്പോ ഈ വേദന നമുക്കൊരു 4-5 പ്രാവശ്യം അനുഭവിച്ചാൽ മതിയല്ലോ, ലൈഫും വേണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്തയിലാണ് ഇവിടെ വന്ന് സാറിനെ ചോദിച്ചത്. സാറ് വരട്ടെ 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 എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇന്ന് യൂസ് ചെയ്ത ലേസർ ട്രീറ്റ്മെന്റിന്റെ മെഷീൻ എന്ന് പറയുന്നത് പെയിൻഫുൾ അല്ല. ആക്ച്വലി പെയിൻഫുൾ അല്ല വെച്ചാൽ നമ്മൾ തീരെ പെയിൻഫുൾ അല്ല, അങ്ങനെയല്ല. പെയിൻ ഉണ്ട്, പക്ഷെ നമുക്ക് സഹിക്കാവുന്ന പെയിൻ ആണ്. ആക്ച്വലി ഹെയർ ഗ്രോത്ത് കൂടുതലുള്ള സ്ഥലത്ത് അല്ലെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കുറച്ചിങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും. ആ സ്ഥലത്ത് മാത്രം കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. പെയിൻഫുൾ ഒന്നും അല്ല പറയേണ്ടത്, നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ 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 ചെറിയ ഡോട്ടിൽ ഇങ്ങനെ ഇതാവുന്നത് അറിയാൻ പറ്റും. അല്ലാതെ എനിക്ക് ഒട്ടും പെയിൻഫുൾ ആയിരുന്നില്ല. ആക്ച്വലി ഫേസ് ആണെങ്കിലും കാലാണെങ്കിലും ഒട്ടും പെയിൻഫുൾ ആയിരുന്നില്ല. സത്യമാണ്. അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ലേ അറിയാൻ പറ്റും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്ത സിറ്റിംഗ് അപ്പൊ പിന്നെന്താ, അതായത് ഇത് ചെയ്തെനിക്ക് തോന്നുന്നു 3 ആഴ്ച 3 to 4 വീക്സിൽ ചെയ്യണമെന്നാണ് ഉറപ്പായിട്ടും. ഒരു 4 സിറ്റിംഗ് അല്ലെങ്കിൽ ഒരു 5 സിറ്റിംഗ് ആണ് യൂഷ്വലി പറയുന്നത്. 70% ഹെയർ റിഡക്ഷന് വേണ്ടി. ഹെയർ റിഡക്ഷൻ ആണ്, ആക്ച്വലി ഹെയർ റിഡക്ഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ ഉള്ളൊരു പ്രോസസ്സിംഗ് ആണ് ഹെയർ വരിക. അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അത് പൂർണ്ണമായിട്ട് കളയാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്കത് അതിനകത്ത് ചില സാധനം, അപ്പൊ നമ്മളിപ്പോ 4 തവണയും ലേസർ എടുക്കുമ്പോഴത്തേക്ക് അന്നേരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹെയർ ഉണ്ട്. അപ്പൊ അതിനകത്ത് മെലാനിൻ ഓൾറെഡി ഫോം ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഹെയർ ഇത് ആക്ട് ചെയ്യുന്ന വെച്ചാൽ മെലാനിൻ ഈ ലേസറിനെ അബ്സോർബ് ചെയ്ത് ഹീറ്റ് ആക്കി മാറ്റി ഇതാക്കിയത്. അപ്പൊ അന്നേരം ഉണ്ടായി വരുന്ന ആൾക്കാർ ചിലപ്പം ഈ 4 തവണ ചെയ്യുന്നതിന് ഇടയ്ക്ക് വരുന്ന ആൾക്കാർ ചിലപ്പോൾ മിസ്സാവും. അങ്ങനെയാണ് ഹെയർ വരുന്നത്. പക്ഷെ ആ സമയത്ത് ആക്റ്റീവായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർസ് എല്ലാം ഇത് അബ്സോർബ് ചെയ്തിട്ട് മരിച്ചു. ഹെയർ മരിച്ചു. താങ്ക് യു സോ മച്ച്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, പെയിൻ ഉണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച്.